കുറച്ച് മുമ്പ് ഞാനൊരു ഷോർട്സ് ഇട്ടിരുന്നു. അതിൽ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് ചേച്ചി ഒരു കുഞ്ഞ് മതിയോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാനാ പറഞ്ഞത് എൻ്റെ സർക്കംസ്റ്റൻസസ് ആണ് കേട്ടോ. ചിലർക്ക് ഇപ്പം സുരേഷ് ഗോപിയൊക്കെ ഒരുപാട് മക്കളൊക്കെ ഇല്ലേ, അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. പിന്നെ ആരോഗ്യം, ഇതെല്ലാം നോക്കിയാണ് നമ്മൾ കുഞ്ഞുങ്ങൾ എപ്പോഴും സന്തോഷദായകരാണ് അല്ലേ. അപ്പോൾ അവർക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളതും നമ്മൾ നോക്കേണ്ടതാണ്. കാരണം ഈച്ച് ജനറേഷൻ ഹാസ് ഗോട്ട് എ റെസ്പോൺസിബിലിറ്റി. അയ്യോ, ഞങ്ങളെ കൊണ്ട് ഇത്രയേ പറ്റിയുള്ളൂ, ഞാൻ എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്താനാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലിയില്ല, അങ്ങനെയൊക്കെ പറയുന്ന ചില ആളുകളെ കണ്ടിട്ടില്ലേ. ഈ ജോലി എന്ന് പറയുന്നത് നമുക്ക് ഇറങ്ങി പുറപ്പെട്ട് എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ടുള്ള പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഇല്ലേ. ഇപ്പം ഒരു ബേക്കറിയിൽ എടുത്തു കൊടുക്കാൻ പോവാം, എന്തെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിൽ എടുത്തു കൊടുക്കാൻ പോവാം, അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരെ അതിൽ ഒരാൾ മാത്രം ജോലിക്ക് പോയിട്ട് ഒരാൾ കുഞ്ഞിനെ നോക്കി ജീവിക്കുന്നവരുണ്ട്. അത് നമ്മുടെ സർക്കംസ്റ്റൻസസ് അനുസരിച്ചാണ്. എങ്ങനെയായിരിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവുമല്ലോ ഒരു ഐഡിയ. നിങ്ങൾക്ക് ഇങ്ങനെ പോയാൽ മതി, നിങ്ങൾക്ക് ബൈസൈക്കിൾ ഓടിച്ചിട്ട് ജീവിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. ഇല്ല, എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ, എനിക്ക് എൻ്റെ വരും ജനറേഷന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി വെക്കും എന്ന് തീരുമാനിക്കുന്ന ആളുകളുമുണ്ട്. അതിലൊന്നും യാതൊരു തെറ്റുമില്ല. ഈ പറഞ്ഞ ഏത് മനോഭാവമാണെങ്കിലും എൻ്റെ മനോഭാവം ആയിരിക്കില്ല നിങ്ങളുടേത്. ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ ആ ഡിസിഷൻ അങ്ങനെ ഞാൻ റിഗ്രറ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഞാനത് എടുത്തതിൽ ഇന്നും എനിക്ക് വിഷമം ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാനിങ്ങനെ നീളത്തിൽ പറയുന്നതേ ഉള്ളൂ കേട്ടോ. പലർക്കും പല അഭിപ്രായമായിരിക്കും. ചേച്ചി, ആ കുട്ടികൾക്ക് നാളെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഇന്നത്തെ അവസ്ഥയിൽ നമുക്കൊക്കെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഇവിടെ പെട്ടെന്നൊരു മെഡിക്കൽ കണ്ടിൻജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ അന്യോന്യമേ ഉള്ളൂ. ആർക്കെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഈ ചെലവുകൾ ആര് വഹിക്കും? ഇപ്പം എനിക്കാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും അവരുടെ സിബ്ലിങ്സ് വന്ന് നമ്മൾ നോക്കുമോ? ഐ ഡോണ്ട് തിങ്ക് സോ. സ്പൗസാണ് കുറച്ച് നോക്കുക എപ്പോഴും. എൻ്റെ അനുഭവങ്ങളാണ് കേട്ടോ. അത് അല്ല ചേച്ചി, എൻ്റെ ആങ്ങളെയാണ് എല്ലാം ചെയ്തതെന്ന് പറയുന്നവരുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. എല്ലാ തരത്തിലുമുള്ള ആൾക്കാരുണ്ട്. സിബ്ലിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയും പിന്നെ പരസ്പരം സഹായിച്ചുമുള്ളവരുണ്ട്. പക്ഷെ ഈച്ച് ഇൻഡിവിജ്വലിൻ്റെ ജീവിതത്തിൽ, ഇപ്പം എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തതെന്ന് ചോദിച്ചാൽ, എനിക്ക് ആ സമയത്തുള്ള എൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് ദ ബെസ്റ്റ് കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട്. പക്ഷെ ചിലയിടങ്ങളിൽ കേട്ടിട്ടില്ലേ, ദ ബെസ്റ്റ് ഒന്നും അങ്ങനെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ഇങ്ങനെയല്ലേ വളർന്നത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നവരുമുണ്ട്. അത് അവരുടെ ഒരു കാഴ്ചപ്പാടാണ്. ഞാൻ എൻ്റെ കാഴ്ചപ്പാടേ ഇതിൽ പറഞ്ഞത് കേട്ടോ. എന്ന് എഴുതി 2-3 മക്കളൊക്കെ ഉള്ളവർ അവർക്ക് അതിൻ്റെതായ സന്തോഷങ്ങൾ ഉണ്ടാവും അല്ലേ. ഓരോരുത്തർ വളർന്ന് മാറുമ്പോൾ ആ മൂത്ത ഈ ഇളയ കൊച്ചിനെ നോക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതും എല്ലാം കണ്ട് നമുക്ക് അത് വേറൊരു തരത്തിലുള്ള ഒരു എന്താ പറയുക, സന്തോഷം നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരും. ഒരിക്കലും നമ്മളില്ല എന്ന് പറയാൻ പറ്റൂല. പക്ഷേ കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്കിലേക്ക് ഇങ്ങനെ കുട്ടികളെ മാത്രം ഉണ്ടാക്കി വെച്ചിട്ട് ജസ്റ്റ് അതുങ്ങളെ നോക്കാണ്ട് നടക്കുന്നവരെ കണ്ടിട്ടില്ലേ. അങ്ങനെയുള്ളവരടുത്താണ് ഞാൻ അവർക്കൊരു തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് തോന്നിക്കോട്ടെ എന്ന് കരുതിയാണ് കേട്ടോ ഞാൻ ആ വീഡിയോ ഇട്ടത്. പല കാര്യങ്ങളും ഞാൻ എൻ്റെ വീഡിയോസിൽ പറയുന്നില്ലേ, അതിൽ നിങ്ങൾ ആരും ഒഫൻഡഡ് ആവരുത് കേട്ടോ. ആരെയും എന്താ പറയണേ, 5 പേരിൽ തന്നെ വേറെ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മളുടെ കാര്യങ്ങളെല്ലാം നിവർത്തിക്കാൻ പറ്റുന്നത് അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് ഈ കൈകൾ ഇങ്ങനെ ഉണ്ടാക്കി തന്നിരിക്കുന്നത് അല്ലേ സൃഷ്ടാവ്. അപ്പോൾ പിന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടക്കുന്നത് ഇങ്ങനെ ആകാൻ പാടുള്ളൂ എന്ന് പറയാൻ ഞാൻ ആരാണ് അല്ലേ. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ആയിരുന്നു എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ബിക്കോസ് എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. പിന്നെ ഞാൻ ഒരു വളരെ കറക്റ്റായിട്ടുള്ള നേർക്കാഴ്ച ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ പുറം രാജ്യങ്ങളിൽ താമസിച്ച് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞൊന്ന് സെറ്റിലായി കേരളത്തിലൊരു നല്ല മനോഹരമായ വീടൊക്കെ വെച്ച് പ്രവാസികൾ തിരിച്ചു വന്ന് താമസിക്കുകയാണെന്നിരിക്കട്ടെ. അവർക്ക് ഒരു 50-55 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഇത്തരത്തിലുള്ള ഒരു വീടൊക്കെ വെച്ച്, ഭാര്യയ്ക്ക് ഒരു 55, ഭർത്താവിന് ഒരു 60 വയസ്സുള്ളപ്പോഴായിരിക്കും എല്ലാം ഒന്ന് സെറ്റിലാക്കിയിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ മകളോ മകനോ ആരെങ്കിലും അവർ വേറൊരു രാജ്യത്തോ അല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റിലോ പോയിട്ട് ഒരു വീടൊക്കെ വെച്ച് വാടകയ്ക്കൊക്കെ എടുത്ത് അവരുടെ പുതു കുഞ്ഞ് വരികയാണ്. അപ്പം നമുക്ക് 55 വയസ്സ്, ആ കുഞ്ഞ് ഉണ്ടായി വന്നു.
അപ്പോൾ അച്ഛനും അമ്മയും ഇവിടെ വന്നിരിക്കൂ, ഞങ്ങളുടെ കൂടെ കുറച്ച് നാളിരിക്കും, ഇവൾക്ക് ജോലിക്ക് പോകണം എന്ന് പറയുമ്പോൾ ഈ അമ്മയ്ക്കും അച്ഛനും ഈ പുതിയതായിട്ട് നാട്ടിലുണ്ടാക്കി അവർ ആ ഒരു കുറച്ച് നാടൻ മീനും കുറച്ച് കരിമീനും ഒക്കെ മേടിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പോകാൻ ഇഷ്ടമുണ്ടാവില്ല. മക്കളോടുള്ള ഇഷ്ടക്കുറവല്ല അത്, അവർ വർഷങ്ങളായിട്ട് കൊതിച്ചിരുന്ന ആ ഒരു ഒരു സമയമാണ് അവർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇല്ലേ. എപ്പോഴും അങ്ങനെ ഒരു ചിലർക്ക് അങ്ങനെ ഉണ്ടാവും, വളരെ ദൂരത്തുനിന്ന് അങ്ങനെ ഇങ്ങനെ ഒന്നും വിസിറ്റിന് വരാത്ത ആൾക്കാരായിരുന്നിരിക്കണം അവർ, ഉള്ളതെല്ലാം സ്വരുക്കൂട്ടി അവർ നാട്ടിൽ എന്താ പറയുക, നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴി ഇടങ്ങഴി മണ്ണുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരായിരിക്കും അവർ. വന്ന് അവിടെ ഇരുന്ന് ഒന്ന് സമാധാനമാകുമ്പോഴേക്കും ഇങ്ങനെ വന്നിരിക്കൂ, എൻ്റെ കുഞ്ഞിനെ നോക്കൂ എന്നൊക്കെ ഏത് മകനാണെങ്കിലും മകളാണെങ്കിലും പറയുമ്പോൾ ചിലപ്പോൾ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞിരിക്കും, പറഞ്ഞു പോകുന്ന ആളുകളുണ്ട്. അതെല്ലാം എല്ലാം ഇട്ടെറിഞ്ഞു പോകുന്നവരും ഉണ്ട് കേട്ടോ. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതും ഒരു കാരണമാണ് ലൈഫിൽ. നമ്മളെല്ലാവരുടെയും ഒന്ന് പേഴ്സ്പെക്റ്റീവ് ഒന്ന് ചിന്തിച്ച് നോക്കുക, കുറച്ചുകൂടെ എംപതറ്റിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കിത് തെറ്റായിട്ട് തോന്നൂല. പക്ഷെ ചിലർ പറയണ, ഓ അവരവിടെ ഒത്തിരിക്കുകയാണ്, ഒന്ന് വന്ന് എൻ്റെ കുഞ്ഞിനെ നോക്കാൻ സഹായിച്ചില്ല എന്ന് പറയുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങൾ കൊണ്ടുവരുന്ന കുഞ്ഞിനെ നിങ്ങളുടെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ ഭാര്യ ജോലി വിടണോ, അതോ നമുക്കൊരു ഒരു ഒരു വർക്കറിനെ കൊണ്ടുവന്ന് ഒരു കെയർ ടേക്കറിനെ കൊണ്ടുവന്ന് കുട്ടീനെ നോക്കാനായിട്ട് വീട്ടിൽ നിർത്താനുള്ള സാഹചര്യം ഉണ്ടോ. ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മൾ പുറത്ത് ജീവിക്കുന്നവർ കുഞ്ഞുങ്ങളുമായിട്ട് കഴിയുന്നത്. ഒരുപാട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളെ വളർത്തി കൊണ്ടുവന്ന ഫാമിലീസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മകൾക്ക് ഇനിയും ഒരു സിബ്ലിംഗ് വേണം, എൻ്റെ മകൾക്ക് ഒരു ആങ്ങളെ വേണം, അല്ലെങ്കിൽ ഒരു അനിയത്തി വേണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം അവരവരുടെ ഇഷ്ടവും സന്തോഷവും സാഹചര്യങ്ങളുമാണ് കേട്ടോ. അപ്പോൾ പക്ഷേ അത് റിഗ്രറ്റ്, ഇപ്പോൾ ഒരു കുഞ്ഞിനെ മാത്രം ഉള്ളതുകൊണ്ട് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ, അതോ 3 കുഞ്ഞുങ്ങൾ വന്നത് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒന്നും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ദിസ് ഈസ് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾ എഴുതി തീർത്തിരിക്കുന്നത്. എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. അതുപോലെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് തന്നാൽ എനിക്ക് ഉത്തരം കിട്ടില്ല. അതാണ് ലൈഫ്. ഈച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ബിക്കോസ് യു കനോട്ട് കോപ്പി സംബഡി എൽസ്. അത് തന്നെ സിമ്പിളായിട്ട് പറയാം. ഒരാൾക്ക് ഒരാളെ കോപ്പി അടിക്കാനുള്ള ഒരു ടെംപ്ലേറ്റ് ഇല്ല ഇവിടെ. എൻ്റെ ടെംപ്ലേറ്റ് വെച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്കത് അയ്യോ ഇത്രയും പൊട്ടത്തരമായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം. ഞാൻ വേറൊരാളെ കാണുമ്പോൾ ദൈവമേ ഇവരെന്താണ് ഇങ്ങനെ, എനിക്കങ്ങനെ ജീവിക്കാൻ പറ്റില്ലെന്ന് ഞാൻ വിചാരിച്ചേക്കാം. സോ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈച്ച് ജനറേഷൻ വിൽ ഹാവ് ദെയർ ഓൺ തോട്ട് പ്രോസസ്സ്. ഈച്ച് ഫാമിലി വിൽ ഹാവ് ദെയർ ഓൺ തോട്ട് പ്രോസസ്സ്. അപ്പോൾ ഇപ്പം ഞാനൊക്കെ 90s യുവത്വമാണ്. 90s ഞാൻ യുവതിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ആ 90s യുവത്വങ്ങൾ ഇന്നിപ്പോൾ ഇതുപോലെ എന്താ പറയുക, യൂട്യൂബ് വസന്തം, യൂട്യൂബ് അമ്മായി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കളിയാക്കുന്ന 50കളിൽ എത്തുന്നു. പക്ഷേ ഈ 50കളിൽ എത്തിയിരിക്കുന്ന നമ്മൾ കുറേ പേരുണ്ടല്ലോ ഇപ്പം, എന്നെ ഇപ്പോൾ ഇവിടെ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാകും ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന്. വി ആർ സീയിങ് ദ ട്രാൻസിഷൻ. നമ്മൾ ഈ മെക്കാനിക്കൽ യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്കുള്ള ട്രാൻസിഷൻ കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കിയ ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്കത് ശരിക്കും എൻ്റെ മനസ്സിലുണ്ട്. ചേഞ്ച് ഇന്നെവിറ്റബിളാണ്. ചേഞ്ചിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം കാലം നമുക്ക് പുരോഗതി ഉണ്ടാവില്ല. കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ അൺകംഫർട്ടബിളായുള്ള സിറ്റുവേഷൻസിലേക്ക് വന്നാൽ മാത്രമാണ് നമ്മൾ പുതിയ പുതിയ സാഹചര്യങ്ങളും പുതിയ കാര്യങ്ങളും കാണുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാവരും മരുഭൂമി കിടന്ന് കഷ്ടപ്പെടാൻ പോയിരിക്കുന്നു എന്ന് പറയും. തമിഴ്നാട്ടിലേക്ക് തന്നെയാണ് താമസിക്കുന്നത് കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് വെച്ചാൽ. പഴനി വരെ പോയിട്ടുള്ള ചില ആളുകൾ അന്നൊക്കെ പഴനിയിലേക്ക് പോകുന്ന വഴിക്കെല്ലാം മുഴുവനും അമേധ്യമാണ്. ലൈക്ക് ആൾക്കാരുടെ അറിയാലോ ഇതൊക്കെ ആയിരിക്കും, മലമൂത്ര വിസർജനങ്ങളെല്ലാം റോഡിൽ കാണുന്ന സാഹചര്യങ്ങൾ പണ്ടുണ്ടായിരുന്നു. അപ്പോൾ തമിഴ്നാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഇത് റോഡിൽ മുഴുവനും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെന്ന് ടൈപ്പ് കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട് പണ്ട്. അത് 70കളിലെ യുവത്വങ്ങൾ. അവർ പറയുന്നു അയ്യോ തമിഴ്നാട്ടിലൊക്കെ താമസിച്ച് കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ, പിന്നെ എന്ത് ചെയ്യണം. അതായത് മദ്രാസിൽ ജീവിക്കുന്ന എന്നോട് പരിതപിക്കുന്നതാണ് ചിലർ. അപ്പം ഞാൻ ചോദിക്കും പിന്നെ എന്ത് ചെയ്യണം. അല്ല നമ്മുടെ നാട്ടിൽ ഒരു 10 സെൻറ്റ് സ്ഥലമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിൽ മോൾട്ടിക്ക് അങ്ങനെ
ഞാൻ പറയും എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? നാട്ടിലുള്ള 10 സെൻറ്റ് സ്ഥലവും വീടും, യെസ്, വെരി ഗുഡ്, നല്ലത്. അത് കൊണ്ട് ജീവിക്കുന്നവർ അത് നല്ലത്. അവർ കണ്ടൻറ്റഡ് ആയിരിക്കും, അവർക്ക് സമാധാനം, അവർക്ക് അങ്ങനെയായിരിക്കാം. എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാനൊന്നും പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, ഞാൻ പറയില്ലേ എപ്പോഴും, എനിക്ക് ചെന്നൈ, ബാംഗ്ലൂർ ഇത് തന്നെയായിരുന്നു മനസ്സിൽ. ബോംബെ പോലും വന്നിട്ടില്ല എൻ്റെ മനസ്സിലേക്ക്. അപ്പോൾ അത് വേറെ ഒരു തരത്തിലുള്ള. അപ്പം ഇപ്പോൾ അവിടെ സെറ്റായിട്ട് ജീവിക്കുന്ന ചില ആൾക്കാർ പറയും, ഓ, നമ്മുടെ നാട് പോലെ സുഖമുള്ള സ്ഥലമില്ല, എന്തിനാണ് നിങ്ങൾ ഈ മരുഭൂമിയിൽ പോയി കഷ്ടപ്പെടുന്നതെന്ന് പറയും. എനിക്കിവിടെ കഷ്ടപ്പാടാന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം ഇങ്ങനെ പറയുമ്പോൾ നമ്മളെന്തോ അങ്ങനെ വിചാരിച്ചാൽ വരിക, മൊത്തം ക്യാമൽസ് മേയുന്ന സ്ഥലമായിരിക്കും കേട്ടോ. ദൈവമേ, ആ ക്യാമലുകളൊക്കെ ഇങ്ങനെ നടക്കുമായിരിക്കും, അതിന് നടുക്കായിരിക്കും ഇങ്ങനെ ഒരു ബിൽഡിങ് നിൽക്കുന്നത്. ഇതൊക്കെ ഞാൻ ആലോചിച്ചിരുന്നത് ദുബായ്, അബുദാബിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്രയോ വർഷങ്ങൾ കൊണ്ട് ദേ ഹാവ് ഡെവലപ്ഡ് ഇറ്റ്. ഇതൊരു മരുഭൂമിയേ അല്ല. മരുഭൂമിയിൽ പഴങ്ങൾ കിട്ടുമോ? ഇല്ലല്ലോ. ആ പഴങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇന്നലെ ഞാൻ ടെൻഡർ ജാക്ക് ഫ്രൂട്ടില്ലേ, എന്താ അതിന് പറയണേ, ഞങ്ങളൊക്കെ ഇതെന്ന് പറയും, എന്താ, ഇടിയൻ ചക്ക എന്ന് പറയും. കടച്ചക്ക എന്നാണ് പറയണേന്ന് അമ്മച്ചി പറഞ്ഞു അവിടെയൊക്കെ. എന്താന്നറിയില്ല, കടച്ചക്ക ഞങ്ങൾ പറയണ വേറെ, മറ്റേ കടച്ചക്ക എന്ന് പറയുന്ന സാധനം വേറെ ഉണ്ട്. ഇതിനെ ഇടിയൻ ചക്ക എന്ന് പറയണേ, ടെൻഡർ ജാക്ക് ഫ്രൂട്ട്. അതുവരെ ഇന്നലെ ഇവിടെ കിട്ടി ഓണത്തിന്. അപ്പോൾ ഞാൻ ഇവർ പണം കൊണ്ട് എല്ലാം ഇവിടെ കൊണ്ടുവരുന്നുണ്ട് ഈ രാജാക്കന്മാർ. പിന്നെ ഇവിടുത്തെ സേഫ്റ്റി, അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത്, എൻ്റെ ദൈവം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഒരു 6:30 കഴിഞ്ഞിട്ട് ഞാനും മകളും എൻ്റെ മോളും കൂടി അവിടെ നിന്നപ്പോൾ വന്നിട്ട് പോരുന്നോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞില്ല. ആ ഒരു അവസ്ഥ ഇവിടെ ഇല്ല. ഇറ്റ് ഈസ് വെരി സേഫ്. ഈ ഒരു 2 മണിക്ക് രാത്രി പോലും എനിക്ക് ഇവിടെ ടാക്സി പിടിച്ച് പോകാൻ ഭയക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് UAE. കാരണം ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ അത്ര ഗംഭീരമായിട്ടാണ് കൊണ്ടുനടക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു സ്ത്രീക്ക് പറ്റിയാൽ കഴിഞ്ഞു, അവരവിടെ വെച്ച് എക്സിക്യൂട്ട് ചെയ്തേ വിടുള്ളൂ. അത് വർഷങ്ങളോളം തീറ്റിപ്പോറ്റി ഗോവിന്ദച്ചാമിയുടെ പോലെ ഗുണ്ടുവാക്കിയിട്ടൊന്നുമല്ല, അപ്പം തന്നെ നടക്കും ഒരു 2-3 വർഷത്തിനുള്ളിൽ. ശരി, അത് നമ്മുടെ വിഷയമല്ല. ഞാൻ പറഞ്ഞു വരുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. നമ്മൾ എന്താണ് ഇന്ന് നാം ചെയ്യേണ്ടതെന്ന് ഇന്നാണ് ഈ സമയത്ത് ചിന്തിക്കുന്നതായിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ എനിക്ക് 50 വയസ്സായി. 50 വയസ്സെന്ന് കഴിഞ്ഞു, 52 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഈ 52 വയസ്സ് കഴിഞ്ഞ ഞാനൊരു കുഞ്ഞിനെ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കില്ലല്ലോ. ശ്രമിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ആ ഓരോരോ സമയത്താണ് എല്ലാവരും ചെയ്യുന്നത്. അതേസമയം കുട്ടികളില്ലാതെ ഇരുന്ന് എനിക്ക് കുട്ടി വേണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ശ്രമിച്ചേക്കാം. 70 വയസ്സുകളിൽ പോലും കുട്ടീനെ ഉണ്ടാക്കിയ കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ? സെറഗേഷൻ വഴിയും അമ്മയാകാൻ നമ്മുടെ ഗർഭപാത്രത്തിൽ തന്നെ ഇടണമെന്ന് ശഠിക്കുന്നവരും, അതൊക്കെ ഓരോരുത്തരുടെ ഓരോ സന്തോഷങ്ങളാണല്ലേ. ഞാൻ ഇപ്പോൾ ഒരു റീല് കണ്ടു. അത് പപ്പരാസികളുടെ റീലാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അവർ പറയാണ്, കാജോളിന് ഈ വയസ്സിൽ, കാജോൾ എന്ന് പറഞ്ഞിട്ട് നടിയില്ലേ, അവർ 3ാമത് പ്രഗ്നൻ്റ് ആണ്. ഇത്ര ആണോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞൂടാ കേട്ടോ, ഗോസിപ്പാണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെ ആണെങ്കിൽ തന്നെ അത് അവരുടെ ഇഷ്ടമാണ്. ഞാൻ പറയുന്ന, അവർക്ക് സമയവും സന്ദർഭവും അവരുടെ എൻവിറോൺമെൻറ്റും ശരിയാണെങ്കിൽ അവർക്ക് 3 അല്ല 4 അല്ല 10 വരെ പ്രസവിക്കുന്നതിന് എന്താണ്? അത് അവരുടെ ഇഷ്ടമാണ്. അവർ ഭൂമിയിലേക്ക് കുട്ടികളെ എത്ര കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളത് അല്ലേ. നമ്മൾ ഇതിനകത്ത് തന്നെ യൂട്യൂബിലൊരു ലേഡി വരുന്നില്ലേ, അന്നമ്മ എന്ന് പറഞ്ഞിട്ട്, ഉഷ മാത്യു. ഞാൻ അവരെ ഫോളോ ചെയ്യാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇൻസ്റ്റഗ്രാമിലും അതെ, കുറേ ഫോളോവേഴ്സൊക്കെ ഉണ്ട്. അവരിങ്ങനെ കുറേ കുട്ടികളിങ്ങനെ അബോർഷനായി പോയി അവർക്ക്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് കരയുന്നതും അവർക്ക് സംഭവിച്ച പഴയ കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ ഒരു കുറച്ച് പോപ്പുലറായിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. സോ അവർക്ക് ആദ്യമേ 2 പിള്ളേരുണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നു. പിന്നെ അവർക്കത് അത് അലസി പോകുമ്പോൾ അവർക്കത് വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ അവർ കുട്ടീനെ പ്രസവിച്ചതുമൊക്കെ പറയുന്നുണ്ട്. സോ അത് അവരുടേതാണ്, ആ ഒരു തീരുമാനം അവരുടേതാണ്. അപ്പോൾ എൻ്റെ തീരുമാനം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് വെച്ചാൽ, എനിക്ക് ഇങ്ങനെയായിരുന്നു വേണ്ടത് ആ സമയത്ത്. ഇപ്പോൾ മാറ്റുമെന്ന് വെച്ചാൽ ഇപ്പോഴും എനിക്ക് ആ പഴയ തീരുമാനം തെറ്റായെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞു, ചേച്ചിക്ക് അത് ഇനി ഒരു 60-65 വയസ്സാകുമ്പോഴേ ശരിയോ തെറ്റോ എന്ന് തോന്നുള്ളൂ, ഒരു കുട്ടി വേണമായിരുന്നു 2. അതെങ്ങനെയത്? ഒരു തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് റിഗ്രറ്റ് ചെയ്യാതിരിക്കുക. റിഗ്രറ്റ് ചെയ്താൽ നമുക്കത് തിരിച്ചു കിട്ടാൻ പോണില്ല. ഞങ്ങൾക്ക് മദ്രാസിൽ ഒരു സ്ഥലം ഞാൻ വാങ്ങിച്ചായിരുന്നു. എൻ്റെ ഗോൾഡ് മുഴുവനും വിറ്റിട്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് കഥ.
അന്ന് വാങ്ങിച്ചപ്പോൾ അത് ഏകദേശം 6 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ, 30 വർഷത്തിന് മുമ്പ്. അതിന് ഇപ്പോൾ അവിടെ ഞാനതൊക്കെ വിറ്റു, അത് പിന്നെ റീഇൻവെസ്റ്റ് ചെയ്തു, അതൊക്കെ വേറെ കഥ, അതൊക്കെ നമ്മൾ ഉണ്ടാക്കി. പക്ഷേ അതിന്ന് വിറ്റില്ലായിരുന്നെങ്കിൽ 3 കോടി രൂപ കിട്ടിയെന്ന് എന്നോട് പറയേണ്ട ബ്രദർ. ഞാൻ പറയാം അതെന്താണ്, അതിനകത്ത് എന്താ അർത്ഥമുള്ളത്? ഞാൻ അത് കഴിഞ്ഞ് അത് വിറ്റിട്ട് ഞാൻ കൊണ്ടുപോയി വേറെ ഫ്ലാറ്റ് വാങ്ങിച്ചു, അതിൽ നിന്ന് എനിക്ക് റെൻറ്റ് വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ EMI അടിച്ചു, കുറേ കഥകൾ നാരേറ്റീവ് വന്നിട്ടില്ലേ. മറ്റേ ആ ലാൻഡ് അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു, അത് പെരുകിയിട്ടുണ്ടാവും, പക്ഷെ അന്ന് നടക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ എനിക്ക് നടത്താൻ പറ്റുമായിരുന്നോ? ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. സോ ലെറ്റ് മീ ടെൽ യു വെരി പ്ലെയിൻലി, നമ്മൾ എടുത്ത ഡിസിഷൻസിന് അയ്യോ ഇങ്ങനത്തെ ഡിസിഷൻസ് കേട്ടോ, അതിൽ നമ്മൾ ഇപ്പം ചിലർ വിവാഹം കഴിച്ചിട്ട് മാരേജ് ഇടയ്ക്ക് ബ്രേക്ക് ചെയ്ത് പോണ്ടി വരുന്നവരുണ്ട്. എന്ത് ഡിസിഷൻ ആണെങ്കിലും യു ഹാവ് ടേക്കൺ ഇറ്റ്, അക്സെപ്റ്റ് ദാറ്റ് ഗ്രേസ്ഫുള്ളി. അതിൻ്റെ വരായികളെല്ലാം നിങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്യൂ. നിങ്ങൾ എന്തിനാണ് അത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ, അയ്യോ ഇത് തെറ്റിപ്പോയി അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് ഞാൻ പറയണേ. ഗ്രേസ്ഫുള്ളി അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഏതാണെങ്കിലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കൂ. ഇപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ് അല്ലേ? അതേപോലെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പാളിച്ചകൾ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ എടുക്കൂ. അതായിരിക്കണം നമ്മളുടെ ലൈഫിൻ്റെ ഒരു പോയിന്റ്. അങ്ങനെ ഒരു പോയിന്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ഇവിടെ ഒരു നല്ല ഈസായിട്ട് തോന്നും, എല്ലാവരോടും ബിഹേവ് ചെയ്യുമ്പോഴും ഒക്കെ. അതെ, നമ്മൾ അങ്ങനെ ഒരു വാട്ട് എവർ ഡിസിഷൻ യു ഹാവ് ടേക്കൺ ഓർ വാട്ട് എവർ യു ഹാവ് സ്പോക്കൺ ഫോർ യുവർ വെൽ ബീയിങ്, ഡോണ്ട് റിഗ്രറ്റ്. അത് ആ സമയത്ത് നിങ്ങൾക്ക് അനിവാര്യമായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുക. അയ്യോ ഞാൻ അങ്ങനെ പറയേണ്ടതല്ലായിരുന്നു, അങ്ങനെ നിങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം കയർത്ത് സംസാരിക്കുക അല്ലെങ്കിൽ പറയേണ്ടാത്തത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് പറയേണ്ടായിരുന്നു. അതിനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് റിമോഴ്സ് ഫീലിംഗ്. അയ്യോ നമ്മളത് മൂത്തവരോട് എതിർത്ത് പറഞ്ഞു, അതല്ല. എടുത്ത് ഡിസിഷൻ, ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് ഈ ജോലി വിട്ട് വേറെ സ്ഥലത്തേക്ക് പോയിപ്പോൾ അവിടെ പഴയ സ്ഥലത്ത് തന്നെ ഇരുന്നാൽ മതിയായിരുന്നു എന്ന് തോന്നുന്ന ഒരു റിഗ്രറ്റ് ഇല്ലേ, അത് വേണ്ടാന്നാണ് ഞാൻ പറയണത്. ബിക്കോസ് ആ റിഗ്രറ്റ് ഉണ്ടായത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല. ആ റിഗ്രറ്റ് ഉണ്ടായതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ തന്നെ അയ്യോ 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 എന്ന് തോന്നും. അതുകൊണ്ട് ഞാനൊരു ഫോർമുല സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു സ്ഥലത്തുനിന്നും ഞാൻ വിട്ടുപോകുന്ന കഴിഞ്ഞ് കഴിയുമ്പം അവിടെയുള്ള ആ ആളുകൾ അവിടെ എന്തൊക്കെ ചെയ്യുന്നു. ഇപ്പം ഞാൻ പണ്ട് ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ എപ്പോഴും എല്ലാവരും, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കേട്ടോ. ആ കമ്പനിയിൽ അത് അവിടുത്തെ ഒരു ബോസുമായിട്ടുള്ളൊരു പ്രശ്നത്തിൽ രാജിവെച്ച് ഞാൻ വേറെ ജോലി എടുക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോവില്ലായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ എല്ലാവരും 2 വർഷമൊക്കെ കൂടുമ്പോൾ ഫോറിൻ ടൂറൊക്കെ കൊടുക്കും. ജർമ്മനി, ഡെൻമാർക്ക്, പിന്നെ US അങ്ങനെയൊക്കെ അവർ പോകും മീറ്റിങ്ങിനൊക്കെ. ഞാൻ അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഓരോ പ്രാവശ്യം ഇപ്രാവശ്യം അവർ പോയോ അങ്ങനെ പോയോ എന്നുള്ള ആ ഒരു അന്വേഷണമില്ലേ, അത് ഞാൻ നിർത്തി. ആദ്യത്തെ പ്രാവശ്യം അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ എന്തിനാണ് അതിൻ്റെ പിന്നാലെ നടക്കുന്നതെന്ന് പിന്നെ എനിക്കൊരു തോന്നലായി. I am not part of that. I am not going to gain anything out of it. So leave it over there. Let go. നമ്മൾക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞു, അതൊന്ന് വൈൻഡപ്പ് ചെയ്ത് നമ്മൾ പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പോയിട്ട് അത് ചകയരുത്. റിലേഷൻ ആണെങ്കിലും ഞാനതാ പറയണത്, ജോബാണെങ്കിലും റിലേഷൻസ് ആണെങ്കിലും, whatever what you say, the decision you have taken, just stick with it. ഒരിക്കലും അതിനെപ്പറ്റി ആലോചിച്ച് അയ്യോ അങ്ങനെ വിചാരിക്കരുതെന്ന് പറയാനാണ് ഞാൻ വന്നത്. കാരണം പല കാര്യങ്ങളും പലരും അങ്ങനെ റിഗ്രറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കാജോൾ 3ാമത് ഗർഭിണിയാണെങ്കിൽ ആയിക്കോട്ടെ, അവർക്കത് വേണമെന്ന് വെച്ചെടുത്തതായിരിക്കാം അല്ലേ? ചേച്ചി പറഞ്ഞല്ലേ ഉള്ളൂ. ചേച്ചിക്ക് അതെന്താണ് ചേച്ചി മകൾക്ക് ഒരു കൂട്ട് സിബ്ലിങ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. അത് അങ്ങനെ അതാണ് എനിക്ക് ശരിയെന്ന് തോന്നിയത്. ഇന്നും ഞാൻ ആ ശരിയിൽ ഉറച്ചു നിൽക്കുന്നു. ഓക്കെ, കാരണം ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഓരോരുത്തർക്ക് ചോദിച്ചുകൊണ്ടിരിക്കാം, അവർ തന്നെ ഉത്തരവും പറഞ്ഞോളും. അന്ന് ഒരു കുട്ടിയും കൂടെ ആക്കേണ്ടതായിരുന്നു 5 വർഷം കഴിഞ്ഞപ്പോൾ. ഇപ്പോൾ കുഞ്ഞൊറ്റയ്ക്കായില്ലേ. ഇഫ് ഷീ ഈസ് ഓൾസോ നോട്ട് ഫീലിംഗ് സോ, അങ്ങനെയും ഉണ്ടാകാം ചില കുഞ്ഞുങ്ങൾ. അപ്പോൾ അതൊന്നും നമ്മൾ എടുത്തു പോയ ആക്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഇരുന്ന് റിഗ്രറ്റ് ചെയ്യാതിരിക്കുക. ദാറ്റ് ഈസ് ദ ടേക്ക് അവേ. ഓക്കെ, ബൈ. അപ്പോൾ ഇനി നാളെ കാണാം കൂടുതൽ വിശേഷങ്ങളുമായിട്ട്.